عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اتقوا الله عباد الله الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد സ്നേഹധന്യരായ സത്യവിശ്വാസികളെ പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പരമാവധി പണിയെടുക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും എന്നോടെന്ന പോലെ ഓരോരുത്തരോടും അർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു ഈദുൽ അദ്ഹയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകിയിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റി ഈ ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടാനും നമുക്കെല്ലാ അർത്ഥത്തിലും അനുയോജ്യമായ അവസ്ഥയെ പ്രദാനം ചെയ്യുകയും ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആദ്യമായി തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈദുൽ അദ്ഹ നമ്മളോട് പറയുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ത്യാഗോജ്ജലമായ ചരിത്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതം പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോയത്. പരീക്ഷണങ്ങളുടെ തീച്ചുളയിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുപോയെങ്കിൽ അദ്ദേഹം ആ പരീക്ഷണ ഘട്ടത്തിലും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിടിച്ചു നിന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കരുത്ത് എന്നുള്ളത് പ്രാർത്ഥനയായിരുന്നു. പടച്ചിറപ്പിൽ മാത്രമുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് മഹാനായ ഖലീലുള്ളയുടെ ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരമേൽപ്പിച്ചത് നൂലിലായിരുന്നില്ല, ഐക്കല്ലിലായിരുന്നില്ല, ഏലസുകളിലായിരുന്നില്ല, മക്ബറകളിലായിരുന്നില്ല, മഹാരഥന്മാരിലായിരുന്നില്ല. മറിച്ച് നമ്മെ സൃഷ്ടിച്ച, ലോകത്തെ സൃഷ്ടിച്ച പടച്ചിറപ്പിൽ മാത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരമേൽപ്പിച്ചതെങ്കിൽ പ്രിയമുള്ളവരെ, ആ ഒരു തവക്കുൽ മുസ്ലിമിനുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള സന്ദേശമാണ് ഈദുൽ അദ്ഹ നമ്മോട് പങ്കുവെക്കുന്നത്. ചില ആളുകളോട് ചോദിച്ചു നോക്കൂ, എന്തേ നിങ്ങൾ ജാറത്തിൽ പോകുന്നത്? എന്തേ നിങ്ങളുടെ ശരീരത്തിൽ ചരട് കെട്ടുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തെയും കൂട്ടി നിങ്ങൾ നാഗൂരിലും അജ്മീറിലും അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് കടന്നു പോകുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു വീട് വെക്കുമ്പോൾ കന്നിമൂല നോക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ശകുനത്തിൽ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ പോലും പലതരത്തിലുള്ള ചകിടുകളും നൂലുകളും നിങ്ങൾ എന്തുകൊണ്ട് കെട്ടിത്തൂക്കുന്നു? അത് ശിർക്കല്ലേ? അത് നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യമല്ലേ? വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ. ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്, ആരാണോ അല്ലാഹുവിൽ ചെറുക്ക് വെക്കുന്നത്, അവന് സ്വർഗം നിഷിദ്ധമാണ്. അവന് സ്വർഗപ്രവേശനം സാധ്യമല്ല. നരകമാണ് അവനെ കാത്തിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ടൊന്ന് നിർത്തിക്കൂടെ?
അതുകൊണ്ടൊന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചില സഹോദരങ്ങൾ പറയുന്ന വാചകം, എൻ്റെ വീട്ടുകാർ അങ്ങനെയായിപ്പോയി, എൻ്റെ സമൂഹം അങ്ങനെയായിപ്പോയി, എൻ്റെ കുടുംബം അങ്ങനെയായിപ്പോയി, എൻ്റെ നാട്ടുകാർ എനിക്കെതിരാണ്, എൻ്റെ സമൂഹം എനിക്കെതിരാണ്, എൻ്റെ പാരമ്പര്യം അതാണ് എന്നൊക്കെ ഈ പറഞ്ഞ ശിർക്കിന് ന്യായീകരണവുമായി കടന്നു വരുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിലുണ്ട്. അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇബ്രാഹിം നബിയെ പഠിക്കേണ്ടത്, ഖലീലുള്ളയെ പഠിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെതിരായിരുന്നു, നാട്ടുകാരെതിരായിരുന്നു, സമൂഹം എതിരായിരുന്നു, ഭരണകൂടം എതിരായിരുന്നു, സ്വന്തം പിതാവ് പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരായിരുന്നു. അവിടെയാണ് മഹാനായ ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിക്കുന്നത്, ഇന്നാ ബുർആഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ. അല്ലാഹുവിന് പുറമെ ആരെയൊക്കെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരോട് രാജിയാകാൻ, അവരോട് സന്ധിയാകാൻ, അതിനോട് ചേർന്ന് നിൽക്കാൻ എന്നെ കിട്ടുകയില്ല. അതിൽ നിന്നെല്ലാം ഞാനിതാ ഒഴിവായിരിക്കുന്നു. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ, അവനോട് മാത്രമേ സഹായം തേടുകയുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അല്ലാഹു അല്ലാത്ത ഒന്നിനെയും ഞാൻ ആരാധിക്കുകയില്ല, ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. ഹസ്ബി അല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്കെൻ്റെ റബ്ബ് മതി. ഈ ആദർശമാണ് മഹാനായ ഖലീലുള്ള ലോകത്തെ പഠിപ്പിച്ചതെങ്കിൽ ഈ ആദർശം ഉറക്കെ പറഞ്ഞതിൻ്റെ പേരിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയത് പട്ടിമത്തകളായിരുന്നില്ല, കയ്യടികളായിരുന്നില്ല, പൂമത്തകളായിരുന്നില്ല. മറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാത്തിരുന്നത് അഗ്നികുണ്ഡാരമായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നാൽ ആ അഗ്നികുണ്ഡാരത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോഴും മഹാനായ ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്, ഹസ്ബുനല്ലാഹ്, എനിക്കെൻ്റെ റബ്ബ് മതി, എനിക്കെൻ്റെ റബ്ബ് മതി എന്നുള്ള പ്രഖ്യാപനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈദുൽ അദ്ഹ നമ്മോട് ചോദിക്കുന്നത് ഖലീലുള്ളയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശം നെഞ്ചിലേറ്റാൻ നാം ഒരുക്കമുണ്ടോ, ആ ആദർശത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നാം ഒരുക്കമുണ്ടോ എന്ന ചോദ്യമാണ് ഈദുൽ അദ്ഹ നമ്മോട് ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിനോടല്ലാത്തൊരു തേട്ടം നമ്മുടെ ജീവിതത്തിന് ഒരു ഘട്ടങ്ങളിലും ഉണ്ടാകരുത്. ഒരു സൃഷ്ടിയുടെ മുന്നിലും കുമ്പിടരുത്, കബറിടങ്ങൾ കെട്ടി ഉയർത്തരുത്, അവിടെ പട്ടുകൊണ്ട് മൂടരുത്, അവിടെ വിളക്ക് കത്തിക്കരുത്, ഐക്കല്ലുകളും മേലസുകളും ശരീരത്തിൽ ബന്ധിക്കരുത്, ശകുനം നോക്കരുത്, അല്ലാഹുവിനല്ലാതെ ബലിയറക്കരുത്, അല്ലാഹുവിന് വേണ്ടിയല്ലാതെ ആ രൂപത്തിലുള്ള അറിവുകൾ നടത്തരുത്, പടച്ച റബ്ബിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യരുത്, റാത്തീബുകളുടെ മൗലൂദുകളുടെ അങ്ങനെ മനുഷ്യർ ശിർക്കിൽ തളച്ചിടുന്ന അത്തരം കാവ്യങ്ങളുടെ പിന്നാലെ ഒരു വിശ്വാസി കടന്നു പോകരുത്. അതെ, തെളിമയാർന്ന സുന്ദരമാർന്ന ഈ ആദർശം, തൗഹീദിന്റെ ആദർശം, ഈ ആദർശമാണ് ഈദുൽ അദ്ഹ നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ ആ ആദർശത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസികളാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെ വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ എന്നാണ്. നമ്മുടെ റബ്ബൊന്നാണ്, നമ്മുടെ വേദഗ്രന്ഥം ഒന്നാണ്, നമ്മുടെ കിബിലയൊന്നാണ്, നമ്മുടെ പ്രവാചകൻ ഒന്നാണ്. പക്ഷേ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം സമൂഹം ഒന്നാണോ? മുസ്ലിം സമൂഹത്തിന്റെ മനസ്സുകൾ ഒന്നാണോ? അല്ല എന്നാണ് ഉത്തരം. മുസ്ലിം സമൂഹം ഇന്ന് ഭിന്നിച്ചു നിൽക്കുകയാണ്. വ്യത്യസ്ത കക്ഷികളായി, വ്യത്യസ്ത ഗ്രൂപ്പുകളായി, വ്യത്യസ്ത സംഘടനകളായി, പലപ്പോഴും വിഭാഗീയതയുടെ ആളുകളായി മുസ്ലിം സമൂഹം മാറുന്ന കാഴ്ചയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല സഹോദരങ്ങളെയും എടുത്ത് പരിശോധിച്ച് നോക്കൂ, അവർക്ക് തമ്മിൽ കണ്ടാൽ, ഒന്ന് പരസ്പരം കണ്ടാൽ പുഞ്ചിരിക്കാൻ കഴിയുന്നില്ല, സലാം പറഞ്ഞാൽ സലാം മടക്കാൻ കഴിയുന്നില്ല. പല വീടുകളുടെയും അവസ്ഥ തൊലാഖിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. കുടുംബ ബന്ധങ്ങളിൽ വല്ലാത്ത വിള്ളലുകൾ വന്നിരിക്കുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച പോലും നമ്മൾ കേട്ടത് ഈ രൂപത്തിൽ വിവാഹമോചനം, ആ വിവാഹമോചനം ചെയ്യപ്പെട്ട, ഡൈവോഴ്സ് ചെയ്യപ്പെട്ട സ്ത്രീകൾ ഒരുമിച്ച് കൂടി അതൊരു ആഘോഷമാക്കുന്ന, അതൊരു ആനന്ദത്തിന്റെ കാര്യമാക്കി മാറ്റുന്ന ആഘോഷത്തിന്റെ വാർത്തകൾ പോലും കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. പരസ്പരം തെറ്റി നിൽക്കുകയാണ് ജ്യേഷ്ഠനും അനുജനും, ജ്യേഷ്ഠനും അനുജനും തെറ്റി നിൽക്കുന്നു, ഉമ്മയും മക്കളും തെറ്റി നിൽക്കുന്നു, വാപ്പയും മക്കളും തെറ്റി നിൽക്കുന്നു. പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ പലർക്കും സാധിക്കുന്നില്ല. ഇന്ന മനുഷ്യൻ എൻ്റെ കല്യാണത്തിന് വന്നാൽ, അല്ലെങ്കിൽ ഇന്ന മനുഷ്യൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ബന്ധവിച്ഛേദനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയ പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാ മനുഷ്യന്മാർ തെറ്റി നിൽക്കുന്നത്? എന്തിനാ മനുഷ്യന്മാർ പിണങ്ങി നിൽക്കുന്നത്? അതെ, അത് പരിശോധിച്ചാൽ, അതിന്റെ കാരണം പരിശോധിച്ചാൽ നിസ്സാരമായ കാരണമാണ്.
ദുനിയാവിന് വേണ്ടിയാണ്. ഒരിക്കലും താഴാത്ത വല്ലാത്ത മനുഷ്യരുടെ മനസ്സ്, ആ മനസ്സാണ് പല തെറ്റലുകളുടെയും കാരണമെന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, സഹോദരിമാരോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. നമ്മുടെ നാവ് കൊണ്ട് ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എത്രയെത്ര ആളുകളാണ് നരകത്തിലേക്ക് സ്വന്തം നാവ് കൊണ്ട് മുഖം കുത്തി വീഴുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തെറ്റി നിൽക്കുന്നവരെ, പിണങ്ങി നിൽക്കുന്നവരെ, ബന്ധം മുറിച്ചവരെ കേട്ടോ, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യഹില്ലു ലിമുസ്ലിമിൻ അയ്യഹുജറ അഹാഹു ഫൗക സലാസ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായി 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ നീ മുസ്ലിമാണെങ്കിൽ നിനക്ക് അനുവാദമില്ല. ഫമൻ ഹജറ ഫൗക സലാസ് ദഖലന്നാർ. അങ്ങനെ പിണങ്ങി നിൽക്കുമ്പോഴാണ് മരണം നിന്നെ തേടിയെത്തുന്നതെങ്കിൽ നീ നരകത്തിലാണ് എന്നാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ റബ്ബ് നമ്മളുമായി ബന്ധം മുറിക്കാതിരിക്കണമെങ്കിൽ ബന്ധങ്ങളെ ചേർക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഒരു ഫോൺ കോൾ കൊണ്ട്, അതല്ല ഒരു സന്ദർശനം കൊണ്ട് ഈ പെരുന്നാൾ സുദിനത്തിൽ ബന്ധങ്ങളെ ചേർക്കാൻ പരമാവധി പരിശ്രമിക്കണം. അങ്ങനെ മനസ്സുകൾ ഇണങ്ങി നിൽക്കുന്ന, ഹൃദയങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു ഈദിന്റെ സുദിനമായി ഈദ് മാറട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ള എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാരോട്, സഹോദരിമാരോട്, പെൺമക്കളോട് ഗൗരവമേറിയ ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഇന്ന് ലജ്ജ നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് ഇവിടെ ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഒട്ടനവധി കാര്യങ്ങൾ ഇന്നിൻ്റെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെ ഇന്ന് അവരുടെ വേഷം കൊണ്ട് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് വേഷം കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ വല്ലാത്ത മോഡേണിസ്റ്റുകളായി നമ്മുടെ മക്കൾ മാറുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലരും തട്ടം വലിച്ചെറിയുന്നു, മുടി ക്രോപ്പ് ചെയ്യുന്നു, ജീൻസിന്റെ ടോപ്പിന്റെ സംസ്കാരത്തിലേക്ക് മുസ്ലിം കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികൾ പോലും കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോസ്മെറ്റിക് രംഗത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വല്ലാത്ത ഒഴുക്കാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പോലും കാണാൻ സാധിക്കുന്നത്. ചുണ്ട് ചുവപ്പിച്ച് കൃത്രിമമായി ചായം പൂശി അങ്ങനെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന വേഷവിധാനങ്ങളുമായി നടക്കുന്ന പല പെൺകുട്ടികളെയും പ്രിയമുള്ളവരെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുകയാണ്. ചാറ്റിങ്ങിന്റെ, മിംഗ്ലിങ്ങിന്റെ, DJ പാർട്ടികളുടെ വക്താക്കളായി നമ്മുടെ കുടുംബത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവമായി ആലോചിക്കണം. ഇവിടെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വല്ലാത്തൊരു അപകടമാണ്. ഇത് വല്ലാത്തൊരു അപകടമാണ്. ഇരു ലോകവും നഷ്ടപ്പെടുന്ന വല്ലാത്ത അപകടത്തിലേക്കാണ് ഈ പോക്ക് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് അവരെ സ്നേഹം കൊണ്ട്, ആദർശം കൊണ്ട് തടച്ചു നിർത്താൻ പ്രിയമുള്ള മാതാപിതാക്കളെ നമുക്ക് സാധിക്കണം. കാരണം നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മുടെ മക്കളെ കുറിച്ച് ഉത്തരം പറയേണ്ടത് മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരുമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തിരിച്ചറിവിന്റെ, ദീനിന്റെ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പ്രിയമുള്ളവരെ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, അറിയുക, എല്ലാവരും ഇന്ന് ലക്ഷ്യം വെക്കുന്നത് നിങ്ങളെയാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി മഫ്ത ധരിച്ചാൽ, പർദ്ദ ധരിച്ചാൽ അത് വല്ലാത്ത അലർജിയാണ് സമൂഹത്തിൽ പല ആളുകൾക്കും. അതുകൊണ്ട് ഈ സമൂഹത്തോട് ഉറക്കെ പറയാൻ ഞങ്ങൾക്ക് സാധിക്കണം. ഒരു മുസ്ലിമത്തായ, ഒരു മുഅ്മിനത്തായ വിശ്വാസിനി എന്ന നിലയ്ക്ക് ഓരോരുത്തരും എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ഓരോ സഹോദരിമാർക്കും പറയാൻ സാധിക്കണം, എൻ്റെ മഫ്ത, എൻ്റെ പർദ്ദ അതെൻ്റെ അഭിമാനമാണ്, അത് ഞങ്ങളുടെ അന്തസ്സാണ്, അത് ഞങ്ങളുടെ റബ്ബ് സംരക്ഷണത്തിന് വേണ്ടി, എൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അവതരിച്ച വസ്ത്രമാണ്, അവതരിപ്പിച്ച നിയമമാണ് എന്ന് ഉറക്കെ പറയാൻ സാധിക്കണം. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, പല സഹോദരിമാരും ഒഴുക്കിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സന്തോഷിപ്പിക്കുന്ന വസ്ത്രധാരണം പെരുന്നാളുകളിൽ പോലും, ഈദ്ഗാഹുകളിൽ പോലും കടന്നു വരുന്ന ഏറ്റവും ദുഃഖകരമായ സാഹചര്യം പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഈദ്ഗാഹിന്റെ മൈതാനിയിൽ അള്ളാഹുവിന്റെ മലക്കുകൾ കാത്തു നിൽക്കുമ്പോൾ, നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ, ഇൻസരിഫു മഅഫൂറൻ ലക്കും, നിങ്ങൾ പിരിഞ്ഞു പോയിക്കോളൂ, നിങ്ങളുടെ പാപങ്ങൾ പുറത്തിരിക്കുന്നുവെന്ന് മലക്കുകൾ പറയുന്നൊരവസ്ഥയുണ്ടാകണം. നമ്മുടെ വേഷം അതിന് തടസ്സമാകരുത്, നമ്മുടെ ആദർശം അതിന് തടസ്സമാകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹോദരിമാരോട് പറഞ്ഞു, എനിക്ക് നരകം കാണിക്കപ്പെട്ടു. ആ നരകത്തിൽ ഒരുപാട് സഹോദരിമാരെ എനിക്ക് കാണാൻ സാധിച്ചു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രവാചകൻ എടുത്തു പറഞ്ഞു. അതിലൊന്ന് സ്വന്തം ഇണയോടുള്ള ഭർത്താവിനോടുള്ള നന്ദികേടാണ്. രണ്ടാമത്തെ ശാപപ്രാർത്ഥന വർദ്ധിപ്പിക്കുന്ന അവസ്ഥ പലപ്പോഴും സഹോദരിമാരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ അറിയുക, ഹിജാബ് എന്നുള്ളത് കേവലം ഒരു തുണിക്കഷ്ണമല്ല. അത് തഖ്വയുടെ വസ്ത്രമാണ്, അത് പരിശുദ്ധിയുടെ വസ്ത്രമാണ്, റബ്ബിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ അഴിച്ചു വെക്കാനുള്ളതല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നെഞ്ചോട് ചേർത്ത് വെക്കാനുള്ള നിയമമാണ് ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും. ആരൊക്കെ അതിനെതിരെ ശബ്ദിച്ചാലും അതിന് നിന്നുകൊടുക്കാൻ നമ്മളുണ്ടാകരുത്. മഹാമഹതിയായ ഹാജറ ബീവി, ആ ഹാജറയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. ആ ജീവിത മാതൃകയിലേക്ക് തിരിച്ചു പോകണം. നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ജീവിത മാതൃകയിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, ഇന്ന് എവിടെയും ചർച്ച ലഹരിയാണ്. പല മക്കളും ഇന്ന് ലഹരിയുടെ പിടിയിലാണ്. പല യുവാക്കളും ലഹരിയുടെ പിടിയിലാണ്. അവർക്ക് തിരിച്ചു വരാനാകുന്നില്ല, അവർക്ക് അതിൽ നിന്ന് കരകയറാനാകുന്നില്ല. പലരും ഈ ഭ്രാന്തിയിലാണ്. ലഹരി കിട്ടാൻ ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യുന്ന വാർത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല ഉമ്മമാരും എന്ന് പറയുന്നൊരു വാചകം, എൻ്റെ മകനെ പേടിച്ചിട്ട് എനിക്കുറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഉമ്മമാരുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലഹരി വലിച്ച് പലരും ഇന്ന് സ്വയമില്ലാതെയാകുന്നു. അവിടെയാണ് ഇസ്ലാമിന് പറയാനുള്ളത്, ലഹരി എന്നുള്ളത് ഉമ്മുൽ ഖബായിസ്, സകല തിന്മകളുടെയും താക്കോലാണ്. ആ സകല തിന്മകളുടെയും മാതാവാണ്, സകല തിന്മകളുടെയും താക്കോലാണ്. ഹറാം. അതെത്ര കുറച്ചാണെങ്കിലും എത്ര നിസ്സാരമാണെങ്കിലും ആ ലഹരി നിഷിദ്ധമാണ്. അതിനോട് അടുക്കരുതേ, സമീപരിക്കരുതേ എന്ന് ഇസ്ലാം ലോകത്തോട് വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ജീവിതം ഒടുങ്ങാതിരിക്കാൻ, ലഹരി കൊണ്ട് ജീവിതം ഒടുങ്ങാതിരിക്കാൻ ഒരേ ഒരു മാർഗമാണ് ലഹരിയിലേക്ക് അടുക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്താണ് പരിഹാര മാർഗം? എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ട് ലഹരി ഇവിടെ ഇല്ലാതെയാവുകയില്ല. അതിനുള്ള പരിഹാര മാർഗം അല്ലാഹു അക്ബറാണ്. നമ്മളിവിടെ മുഴക്കിയ തക്ബീറാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീയാണ് എനിക്ക് ഏറ്റവും വലുത്, ഏറ്റവും വലിയവൻ നീയാണ്. എൻ്റെ മാതാപിതാക്കളെക്കാൾ, എൻ്റെ മക്കളെക്കാൾ റബ്ബേ നീയാണ് ഏറ്റവും വലിയവൻ. സമൂഹം കാണുന്നില്ലെങ്കിലും, നാട്ടുകാർ കാണുന്നില്ലെങ്കിലും, വീട്ടുകാർ അറിയുന്നില്ലെങ്കിലും, സ്വന്തക്കാർ അറിയുന്നില്ലെങ്കിലും റബ്ബേ നീ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത മാത്രമാണ് ലഹരിക്കെതിരെയുള്ള പരിഹാരം. അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുക. ലഹരിയെ ജീവിതത്തിൽ നിന്ന് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ചില ആളുകൾ വിളിച്ചു പറയുന്നൊരു വാചകമുണ്ട്. ഏതാ വാചകം? ജീവിതം ഒന്നേയുള്ളൂ. അതുകൊണ്ട് പരമാവധി ആസ്വദിക്കുക. മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ റൈറ്റ്, മൈ ബോഡി. ആ രൂപത്തിൽ എൻ്റെ ജീവിതം, എൻ്റെ ആസ്വാദനം, അതൊക്കെ എൻ്റെ ചോയ്സാണ്. അതിനെ തടുക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിൽ പോലും കടന്നു വരുന്ന കാഴ്ച ഇന്ന് സകല വൃത്തികേടുകളുടെയും സുപ്രധാനമായ കാരണമെടുത്ത് പരിശോധിച്ചാൽ ലിബറൽ ചിന്തകളാണ്. പഠിച്ചവനെ നിഷേധിച്ച്, ഇസ്ലാമിനെ നിഷേധിച്ച്, പ്രവാചകനെ നിഷേധിച്ച് കടന്നു വരുന്ന ലിബറൽ ചിന്ത. എന്തും ചെയ്യാം, ഏത് വൃത്തികേടുകളും ചെയ്യാം. ആ നിരീശ്വര ചിന്തകൾ പറയുന്നത് ഉമ്മയെന്ന്, സഹോദരി എന്ന് പരിഗണിക്കേണ്ടതില്ല. ഏത് വൃത്തികേടുകളും നിങ്ങൾക്ക് ചെയ്യാമെന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്ന ലിബറലിസത്തെ, നിരീശ്വരവാദത്തെ ജീവിതത്തിൽ നിന്ന് പുറത്തു നിർത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ജീവിതം ഒന്നേയുള്ളൂ എന്ന വിഡ്ഢിത്തം പറയുന്നവരോട്, ആ വിഡ്ഢിത്തം പുലമ്പുന്നവരോട് ഇസ്ലാമിന് പറയാനുള്ളത് ജീവിതം ഒന്നല്ല, ജീവിതം ഒന്നല്ല, മറിച്ച് ജീവിതം രണ്ടുണ്ട്. ഒരു അണുമണി തൂക്കം നന്മയുണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്ന, ഒരു അണുമണി തൂക്കം തിന്മയുണ്ടെങ്കിൽ അത് ഹാജരാക്കപ്പെടുന്ന ഒരു ലോകമുണ്ട്. കൊമ്പില്ലാത്ത ആടിനെ ഒരു കൊമ്പുള്ള ആട് കുത്തിയാൽ അതിന് പ്രതിക്രിയ ചെയ്യുന്ന, അതിന് സമാധാനം പറയേണ്ടി വരുന്ന ഒരു ലോകം കടന്നു വരാനുണ്ട്. അതുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്. നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം നമ്മുടെ അധികാരത്തിലല്ല. ഒന്ന് കണ്ണടച്ചു തുറക്കുന്ന സമയം പോലും റബ്ബേ എൻ്റെ കാര്യങ്ങൾ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവനാണ് വിശ്വാസി. ഒരു നിമിഷം പോലും നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കഴിവില്ലാത്ത ദുർബലനാണ് മനുഷ്യൻ. അതുകൊണ്ട് നമ്മൾ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. പ്രിയമുള്ളവരെ, വിനയാന്വിതരാവുക, സൃഷ്ടാവിലേക്ക് ഖേദിച്ച് മടങ്ങുക. എങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇസ്ലാമിന് ജിഹാദ് വീണ്ടും ചർച്ചയാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചില വൃത്തികെട്ട നാവുകൾ, ചില മലീമസമായ നാവുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ജിഹാദിനെ വികലമാക്കുന്ന, തെറ്റിദ്ധരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചൊരു ജിഹാദുണ്ട്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചൊരു ജിഹാദുണ്ട്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ജിഹാദുണ്ട്. അത് ആർദ്രതയുടെ ജിഹാദാണ്.
അത് അലിവിൻ്റെ ജിഹാദാണ്, അത് കാരുണ്യത്തിൻ്റെ ജിഹാദാണ്, അത് അനുകമ്പയുടെ ജിഹാദാണ്, അത് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന ജിഹാദാണ്, അത് മാതാപിതാക്കളെ പരിഗണിക്കുന്ന ജിഹാദാണ്, അത് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്ന ജിഹാദാണ്, സ്വന്തം ഇച്ഛകളെ തടച്ചു നിർത്തുന്ന ജിഹാദാണ്. എന്നാൽ ആ ജിഹാദിന്റെ കൂട്ടത്തിൽ അക്രമത്തിന്റെ ഒരു ജിഹാദ് നമുക്ക് കാണാൻ സാധ്യമല്ല, പ്രേമത്തിന്റെ ഒരു ജിഹാദ് നമുക്ക് കാണാൻ സാധ്യമല്ല, അതേപോലെ തന്നെ നാർക്കോട്ടിക്കിന്റെ ജിഹാദ് നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് മറ്റുള്ളവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നുള്ളൊരു ജിഹാദ് പരിശുദ്ധ ഇസ്ലാമിലില്ല. മറ്റുള്ളവരെ നേരെ ആയുധമെടുക്കുന്ന ജിഹാദ് പരിശുദ്ധ ഇസ്ലാമിലില്ല. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. പരിശുദ്ധ ഖുർആൻ കൊണ്ട്, ഖുർആനാകുന്ന ഉജ്ജ്വലമായ ആദർശം കൊണ്ട് ലോകത്തോട് ജിഹാദ് ചെയ്യാനാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ജിഹാദിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെ പഠിക്കൂ എന്നുള്ളതാണ് ഇസ്ലാമിന് അത്തരം ആളുകളോട് പറയാനുള്ളത്. ഇസ്ലാം എന്നുള്ളത് മാനവികതയുടെ ദർശനമാണ്. അതുകൊണ്ട് ആ മാനവികതയുടെ ദർശനത്തിൽ നമുക്ക് കുബേരനെന്ന വ്യത്യാസം നമുക്ക് കാണാനില്ല, നമുക്ക് കാണാൻ സാധ്യമല്ല. ഹാഷിമും ഖുറൈശിയും എന്ന വേർതിരിവ് പരിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. വെളുത്തവനെന്ന, കറുത്തവനെന്ന, പണക്കാരനെന്ന, പണിക്കാരനെന്ന വ്യത്യാസം പ്രിയമുള്ളവരെ പരിശുദ്ധ ഇസ്ലാമിലില്ല. അതുകൊണ്ട് മനുഷ്യരെല്ലാം ഒരു ഉപ്പയുടെ മക്കളാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്ന ഖലഖനാക മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങൾ ഒരു ആണിൽ നിന്ന് പെണ്ണിൽ നിന്ന് നിങ്ങളുടെ സൃഷ്ടാവ് സൃഷ്ടിച്ചിരിക്കുന്നു. വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളാക്കിയത്, വ്യത്യസ്ത നിറക്കാരാക്കിയത്, വ്യത്യസ്ത വർഗ്ഗക്കാരാക്കിയത്, വ്യത്യസ്ത രാജ്യത്തിന്റെ വക്താക്കളാക്കിയത് അത് തമ്മിലടിക്കാനല്ല, അഭിമാനം പറയാനല്ല, ഞാനെന്ന ഭാവം നടിക്കാനല്ല. ലിതആറഫു, മനുഷ്യന്റെ ഐഡന്റിറ്റിക്ക് വേണ്ടിയാണ്, മനുഷ്യൻ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പണമുള്ളതിന്റെ പേരിൽ, തറവാടിത്തമുള്ളതിന്റെ പേരിൽ ഇല്ല ഒരാൾക്കും റബ്ബിന്റെ അടുക്കൽ ഒരു സ്ഥാനമില്ല, പദവിയില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, റബ്ബിനെ സൂക്ഷിക്കുന്ന, പടച്ചറബ്ബിനെ സൂക്ഷിക്കുന്ന ഒരു മനസ്സുണ്ടോ അവനാണ് രക്ഷയുള്ളത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു മനസ്സിലേക്ക് തിരിച്ചു വരാൻ സാധിക്കണം. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഖുതുബത്തുൽ വദാഇൽ പോലും പറഞ്ഞത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബൊന്നാണ്. ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. കുല്ലുക്കും മിൻ ആദം, എല്ലാവരും ആദമിൽ നിന്നാണ്. ആദമു മിൻ തുറാബ്, ആദമു മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. ലാ ഫളല ലി അറബിയ്യിൻ വലാ അജമിയ്യ, അറബിക്ക് അറബിയെക്കാളോ വെറുത്തവന് കറുത്തവനെക്കാളോ ഒരു ശ്രേഷ്ഠതയും റബ്ബിന്റെ അടുക്കലില്ല, റബ്ബിനെ സൂക്ഷിക്കുന്നവനല്ലാതെ എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതാണ് മനുഷ്യരെ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ചേർത്ത് നിർത്തുന്ന വിശ്വമാനവികതയുടെ ദർശനം. അതെ, ഒരേ ഒരു ദൈവം, ഒരൊറ്റ ജനത എന്നുള്ള സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ ഈ വിശ്വമാനവികതയുടെ സന്ദേശത്തിന്റെ ഉലക്കയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് പ്രഖ്യാപിക്കാം: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, ഒരു പെരുന്നാൾ ദിനത്തിലാണ് അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണ്, ആനന്ദിക്കാനുള്ളതാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ധൂർത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത്, പൊങ്ങച്ചം കടന്നു വരരുത്. അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള റബ്ബിനെ മറന്നുള്ള ഒരു വിനോദങ്ങളും ഇന്നത്തെ ദിവസമല്ല, ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് സഹോദരങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് നമ്മൾ ധൂർത്തിന്റെ, പൊങ്ങച്ചത്തിന്റെ വക്താക്കളായി മാറാതിരിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് സഹോദരങ്ങൾ പ്രയാസത്തിലാണ്. ഈ ഈദിന്റെ മുസല്ലയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മളെ കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ചതിക്കുഴികളുണ്ട്. ഈദ് സ്പെഷ്യൽ പ്രോഗ്രാമുകളുടെ രൂപത്തിൽ, ലഹരിയുടെ രൂപത്തിൽ, പലതരത്തിൽ തോന്നിവാസങ്ങളിലേക്ക് പിശാച് മാടി വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ തക്ബീറിന്റെ മന്ത്രധ്വനി എത്തണം. റബ്ബേ, നീയാണ് ഏറ്റവും വലിയവൻ എന്ന പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ബലിയുടെ ദിവസമാണ്. ആ ബലി അർത്ഥവർ, അതിൽ ചേർന്നവർ, അതിൽ നിന്ന് കഴിക്കൽ സുന്നത്താണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോലും കൃത്യമായ നിയമങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഒരു മൃഗത്തെ അറുത്തതിന് ശേഷം വീണ്ടും നിങ്ങളുടെ കത്തിക്ക് മൂർച്ച കൂട്ടണമെന്നാണ്. ഒരു മൃഗത്തിന്റെ മുന്നിൽ വെച്ച് മറ്റൊരു മൃഗത്തെ അറുക്കരുത് എന്നാണ്. അങ്ങനെ മാനവികതയുടെ ഏത് രംഗത്തുമുള്ള മാനവികതയുടെ കാഴ്ചപ്പാട് പരിശുദ്ധ ഇസ്ലാമിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കഴിയുന്ന ആളുകൾ ആ ബലികർമ്മത്തിൽ സാക്ഷിയാകാൻ, അതിൽ പങ്കാളിയാകാൻ പരിശ്രമിക്കണം. അവിടെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. അതേപോലെ ഇന്ന് സ്വതക്കയുടെ ദിവസമാണ്. പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇന്ന് സ്വതക്ക കൊടുക്കുക എന്നുള്ളത് മഹത്തായ സുന്നത്താണ് എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ വിസ്മരിക്കരുത്. അതോടൊപ്പം കഴിയുന്നത്ര
കുടുംബ ബന്ധം ചേർക്കാൻ, ഫോൺ വിളിച്ചിട്ട് അല്ല ഒന്ന് സന്ദർശിച്ചിട്ട് രോഗിയുടെ അടുത്ത് നിന്ന് ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുത്തൊക്കെ ഈ ദിനത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം. ഈ സമയത്ത് ഒരു ജനതയെക്കുറിച്ച് പറയാതെ എൻ്റെ സംസാരം പൂർണ്ണമാവുകയില്ല. പലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ, അവർ പറഞ്ഞറിയിക്കാനാവാത്ത ദുരിതക്കയത്തിലാണ്. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സഹോദരിമാർ, ഇണകൾ നഷ്ടപ്പെട്ട സഹോദരന്മാർ, അതേപോലെ തന്നെ പിഞ്ചോമനകൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, വീടില്ലാതെ അഭയാർത്ഥി ക്യാമ്പിൽ ഏത് നിമിഷവും തങ്ങളുടെ മേൽ വർഷിക്കപ്പെടുന്ന ബോംബുകൾ കാത്തു നിൽക്കുന്ന ഒരു ജനതയാണ് പലസ്തീനിലെ ജനത. കൊന്നിട്ടും മതിയാകാത്ത സയനിസ്റ്റ് ജൂത ലോബികൾ അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് പിശാചുക്കളുടെയുമുള്ള വാർത്തകളാണ് പലസ്തീനിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അവരിന്ന് പലസ്തീനിനെ ഒരു ദുരന്ത ഭൂമിയാക്കി മാറ്റുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാകണം. അല്ലാഹുമ്മ ഉൻസുർ ഇഖ്വാനിനാ ഫി ഫലസ്തീൻ, അല്ലാഹുവേ പലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅഹും, അല്ലാഹുമ്മ ദമ്മിർ അഅദാഅഹും, അല്ലാഹുവേ അവിടെ ശത്രുക്കളെ നീ കൈകാര്യം ചെയ്യണമേ എന്ന് പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ഇന്ന് പെരുന്നാളാണ്, പക്ഷേ പെരുന്നാൾ അവസാനിക്കുന്നില്ല. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്ന 5 പെരുന്നാളുകളുണ്ട് സഹോദരങ്ങളെ. ഏതാണ് 5 പെരുന്നാൾ? കുല്ല യൗമിൻ യമുറു അലൽ മുഅ്മിനി വലാ യക്തുബു അലൈഹി ദംബുൻ ഫഹുവ യൗമ ഈദ്. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം നമ്മൾ കിടന്നുറങ്ങുന്ന സമയം വരെ നമ്മുടെ ഏടൊന്ന് പരിശോധിക്കുക. ഇല്ല, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു പാപവും കടന്നു വന്നിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ ദിവസം നമ്മുടെ പെരുന്നാളാണ്. അൽ യൗമുല്ലദി, രണ്ടാമത്തെ പെരുന്നാൾ ഏതാണെന്നോ? അൽ യൗമുല്ലദി യഖ്റുജു ഫീഹി മിനദ് ദുനിയ ബിൽ ഈമാനി ഫഹുവ യൗമ ഈദ്. ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുന്ന സമയത്ത് ഈമാനോടുകൂടി മരണപ്പെടാൻ സാധിക്കുക എന്നുള്ളത് രണ്ടാമത്തെ പെരുന്നാളാണ്. മൂന്നാമത്തെ പെരുന്നാൾ വൽ യൗമുല്ലദി യുജാവിദു ഫീഹി സിറാത്ത്, സിറാത്ത് എന്നൊരു പാലം കടന്നു വരാനുണ്ട്. അതേപോലെ പരലോകത്തെ ഭയാനതകളിൽ നിന്ന് ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ സാധിച്ചാൽ, പരലോകത്ത് രക്ഷപ്പെടാൻ സാധിച്ചാൽ അത് പെരുന്നാളാണ്. നമ്മുടെ ഖലീലുള്ളായ ഇബ്രാഹിം നബി പോലും പ്രാർത്ഥിക്കുന്നു, ലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. അല്ലാഹുവേ നിന്റെ കോടതിയിൽ കടന്നു വരുമ്പോൾ റബ്ബേ നീ അപമാനിക്കരുതേ, നീ നിന്ദിക്കരുതേ എന്ന് ഇബ്രാഹിം നബി പോലും പ്രാർത്ഥിച്ചുവെങ്കിൽ ആ പരലോകത്ത് നമ്മൾ ഭയപ്പെടുക. നാലാമത്തെ പെരുന്നാൾ വൽയൗമുല്ലദി യദ്ഖുലു ഫീഹിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന ദിനമാണ്. നാലാമത്തെ പെരുന്നാൾ സ്വർഗ്ഗത്തിലേക്ക് ഒരു വിശ്വാസി പ്രവേശിക്കുന്ന ദിനമാണ്. അത് നാലാമത്തെ പെരുന്നാളാണ്. അഞ്ചാമത്തെ പെരുന്നാൾ വൽയൗമുല്ലദി യൻദുറു ഫീഹി ഇലാ റബ്ബിഹി, നമ്മളെ സൃഷ്ടിച്ച കാരുണ്യവാനായ കരുണാനിധിയായ റബ്ബിനെ കൺകുളിർക്ക് കാണുന്ന സമയമാണ് അഞ്ചാമത്തെ പെരുന്നാൾ. അതുകൊണ്ട് ഈ 5 പെരുന്നാളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം, പണിയെടുക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഖലീലുള്ളായ ഇബ്രാഹിം നബിയോട് പറഞ്ഞൊരു വാചകം, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിമേ നീ റബ്ബിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക, പരിപൂർണ്ണ മുസ്ലിമാവുക, പരിപൂർണ്ണ മുസ്ലിമാവുക. ഇന്ന് മുസ്ലിം സമൂഹത്തെ എടുത്ത് പരിശോധിച്ചാൽ റമദാനിൽ മാത്രം മുസ്ലിം, വെള്ളിയാഴ്ചയിലെ മാത്രം മുസ്ലിം, പെരുന്നാളിന് മാത്രം മുസ്ലിം, ജീവിതത്തിൽ ബുദ്ധിമുട്ട് കടന്നു വരുമ്പോൾ മാത്രം മുസ്ലിം അല്ല. അങ്ങനെയുള്ള മുസ്ലിങ്ങളല്ല. അഥവാ മുസ്ലിങ്ങളും ഇസ്ലാമും ഒക്കെ കേവലം കാനേശുമാരിയുടെ അഥവാ ചില പെട്ടിക്കോളങ്ങളിൽ പേരെഴുതാൻ മാത്രമുള്ള മുസ്ലിങ്ങളായി അധപതിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലിബറൽ ചിന്താഗതിയിലേക്ക്, നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളിലേക്ക്, കുഫറിന്റെയും ചിർക്കിന്റെയും വഴിപഴച്ച ആദർശത്തിലേക്ക് മുസ്ലിം സമൂഹം പലരും ചേക്കേറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ലോകത്തിലേക്ക് കടന്നു വന്ന അഖില പ്രവാചകന്മാർ നൽകിയ ഒരു വസിയത്തുണ്ട്. മഹാനായ ഇബ്രാഹിം നബി നൽകിയ വസിയത്ത്, ഇസ്മായിൽ നബി നൽകിയ വസിയത്ത്, മൂസാ നബി നൽകിയ വസിയത്ത്, ഈസാ നബി നൽകിയ വസിയത്ത്, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്ത്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട വസിയത്ത്. പ്രിയമുള്ളവരെ, ആ വസിയത്താണ് ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഓതി വെച്ചത്. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ ഇന്നല്ലാഹു ഇസ്തഫാ ലക്കുമുദ്ദീൻ. ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ തങ്ങളുടെ മക്കൾക്ക് വരും തലമുറയ്ക്ക് നൽകിയ വസിയത്ത് എന്താണ്? ഇന്നല്ലാഹു ഇസ്തഫാ ലക്കുമുദ്ദീൻ. അല്ലാഹു ഈ മതത്തെ, ഈ ദീനിനെ, ഈ ഇസ്ലാമിനെ ഇതാ ഏറ്റവും ഉജ്ജ്വലമായ ആദർശമായി നിങ്ങൾക്കിതാ തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള മുസ്ലിങ്ങളെ, പ്രിയമുള്ള മുഅ്മിനത്തുകളെ, പ്രിയമുള്ള വിശ്വാസികളെ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി കൊണ്ടല്ലാതെ
സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ വക്താക്കളായിക്കൊണ്ടല്ലാതെ ഒരിക്കലും ഈ ലോകത്ത് നിങ്ങൾ വിട പറയരുതേ, മരണപ്പെടരുതേ എന്ന് ലോകത്തിലേക്ക് കടന്നു വന്ന അഖില പ്രവാചകന്മാരും വസിയത്ത് നൽകിയെങ്കിൽ ആ വസിയത്താണ് ഈ ഈദുൽ അദ്ഹയുടെ സന്ദേശമായി ഇവിടെ പറയാനുള്ളത്, ഉറക്കെ പ്രഖ്യാപിക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ വസിയത്തിന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈദിന്റെ മഹിതമായ സന്ദേശങ്ങൾ നെഞ്ചിലേറ്റി ഒരേ മനസ്സോടെ റബ്ബിനെ വാഴ്ത്തി സ്നേഹം പങ്കുവെച്ച് ആശംസകൾ പകർന്നുകൊടുത്ത് പരസ്പരം നന്മകൾ പകർന്നുകൊടുത്ത് നിറഞ്ഞ മനസ്സുമായി പ്രാർത്ഥനാ നിർഭരമായ ഹൃദയവുമായി ഈ ഈദ് മുസല്ലയിൽ നിന്ന് പിരിഞ്ഞു പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹു വ്യത്യസ്ത ആവശ്യങ്ങൾ കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. രോഗശയ്യയിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ട്, പലതരത്തിൽ ജീവിതത്തിൽ സാമ്പത്തികവും അല്ലാത്തതുമായ ഒരുപാട് പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ലാഹുവേ അവർക്ക് നീ ആശ്വാസം പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹു രോഗികൾക്ക് നീ ശിഫ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാ വിശ്വാസികൾക്കും സമാധാനത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ നാട്ടിൽ സമാധാനത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹു ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെയും നാടിനെയും ഞങ്ങളെയും എല്ലാം കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹു ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ തകർക്കണേ റഹ്മാനെ. അല്ലാഹു ഫലസ്തീനിലെ ഞങ്ങൾ സഹോദരങ്ങൾ പ്രയാസത്തിലാണ് റബ്ബേ, അവരെ നീ സഹായിക്കണം റഹ്മാനെ. അവർക്ക് നീ ആശ്വാസത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ബറക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഇടപാടുകളിലുമൊക്കെ റബ്ബേ ഈ ബറക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണം റഹ്മാനെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരും ഞങ്ങളുടെ ബന്ധുമിത്രാദികളും മാതാപിതാക്കളും സുഹൃത്തുക്കളുമായി പലരുമുണ്ട് റബ്ബേ. അല്ലാഹു അവർക്ക് നീ മർഹബത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹു അവരുടെ ഖബറെടുത്ത് നീ വിശാലമാക്കി കൊടുക്കുക റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ പാപങ്ങളെ അവിടെയും ഞങ്ങളുടെയും പാപങ്ങളെ നീ പുറത്തു തരണം റഹ്മാനെ. അല്ലാഹു ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹു ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന യഥാർത്ഥ തൗഹീദിനെ നെഞ്ചിലേറ്റുന്ന വിശ്വാസികളിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹുവേ അറിയില്ലായ്മ കൊണ്ട് ഒരുപാട് പാപങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും ചെയ്തു പോയിട്ട് റഹ്മാൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ. അല്ലാഹു നരകം അത് ഭയാനകരമാണ്, ഞങ്ങൾക്ക് താങ്ങാനാവില്ല റഹ്മാൻ. അല്ലാഹുവേ ആ നരകത്തിൽ നിന്ന് അകറ്റി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹു ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. آمين برحمتك يا ارحم الراحمين. والصلاة والسلام على اشرف المرسلين. الحمد لله رب العالمين.